الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سورة التوبة 121 സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. വലാ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നില്ല, നഫഖത്തൻ ഒരു ചെലവഴിക്കലും, സഗീറത്തൻ വലാ കബീറത്തൻ ചെറുതാവട്ടെ വലുതാവട്ടെ, വലാ യഖ്തഊന അവർ താണ്ടുന്നില്ല, വാദിയൻ ഒരു താഴ്വരയും, ഇല്ലാ കുതിബ ലഹും അത് അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ, ലിയജ്സിയഹുമുല്ലാഹു അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതിന്, അഹ്സന ഏറ്റവും ഉത്തമമായ വിധത്തിൽ, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഏറ്റവും ഉത്തമമായ വിധത്തിൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അള്ളാഹു രേഖപ്പെടുത്താത്ത വിധത്തിൽ അവരൊരു താഴ്വര താണ്ടിക്കടക്കുകയോ ചെറുതോ വലുതോ ആയ ഒന്നും ചെലവഴിക്കുകയോ ചെയ്യുന്നുമില്ല. കഴിഞ്ഞ സൂക്തവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ സൂക്തവും ഉള്ളത്. അഥവാ കഴിഞ്ഞ സൂക്തത്തിൻ്റെ തുടർച്ചയാണിത്. സൂക്തം അവസാനിച്ചു, ആശയം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത സൂക്തത്തിൽ കൂടി അത് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. സത്യസന്ധന്മാരുടെ ലക്ഷണമാണ് പറഞ്ഞു വരുന്നത്. അവരുടെ നിലപാട് എന്തായിരിക്കണമെന്ന് കഴിഞ്ഞ സൂക്തത്തിൽ 120 നമ്മൾ പഠിച്ചു. അത്തരം ആളുകളുടെ നിലപാട് പ്രവാചകൻ വിളിക്കുന്നിടത്തേക്ക് ചെല്ലുക എന്നുള്ളതായിരിക്കും, പ്രവാചകനെ പിന്തുടരുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പ്രവാചകൻ വിളിക്കുന്നിടത്ത് ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ സഹിച്ചവർ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് പ്രതിഫലം ലഭിക്കും. അവർ വെക്കുന്ന ഓരോ കാലടിപ്പാടിനും പ്രതിഫലം നൽകും, സൽക്കർമ്മമായി രേഖപ്പെടുത്തും എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പഠിച്ചു. ആ സൽക്കർമ്മം അള്ളാഹു പാഴാക്കുകയില്ല എന്ന് പറഞ്ഞു, വെറുതെ ആവില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇനി അതിനെ തുടർന്ന് പറയണം, വലാ യുൻഫിഖൂന നഫഖത്തൻ, വലാ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നില്ല, അൻഫഖ ചെലവഴിച്ചു, യുൻഫിഖു ചെലവഴിക്കുന്നു, യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നു, വലാ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നില്ല, നഫഖത്തൻ ചെലവഴിക്കൽ. നഫഖ എന്നുള്ളതിൻ്റെ ക്രിയാധാതുവാണ്, അതിൻ്റെ മൂലപദമാണ് നഫഖത്ത്, ചെലവഴിക്കൽ. സഗീറത്തൻ ചെറുതാവട്ടെ, വലാ കബീറത്തൻ വലുതാവട്ടെ, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അവർ ചെലവഴിക്കുന്നില്ല. വലാ യഖ്തഊന വാദിയൻ, ഖതഅ യഖ്തഉ എന്നാൽ മുറിച്ച് കിടക്കുക, താണ്ടിക്കിടക്കുക, കടന്ന് കഴിഞ്ഞു പോവുക എന്നാണ്. വാദി എന്ന് പറഞ്ഞാൽ താഴ്വര. അവർ ആ യുദ്ധത്തിന് വേണ്ടി ഒരു താഴ്വരയും താണ്ടുന്നില്ല. ഇല്ലാ കുതിബ ലഹും അതവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ. ഇപ്പോൾ ആശയം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അവർ ചെലവഴിക്കുക, ചെറുതോ വലുതോ ചെലവഴിക്കുക. എന്താണ് ഈ ചെലവഴിക്കൽ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾ, ധനാഢ്യരായ ആളുകൾ യുദ്ധഫണ്ടിലേക്ക് വലിയ സംഭാവനകൾ ആണ് നൽകിയത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുക തന്നെ ചെയ്തല്ലോ, എല്ലാ കാര്യത്തിനും അബൂബക്കർ സിദ്ദീഖ് എന്നെ പരാജയപ്പെടുത്തും, സൽക്കർമ്മങ്ങളിലൊക്കെ. ഞാൻ അദ്ദേഹമായിട്ട് സൽക്കർമ്മങ്ങളിലാണല്ലോ മത്സരിക്കുക, അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് മത്സരിക്കാൻ നോക്കുകയാണ്, സൽക്കർമ്മങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുമ്പ് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തബൂക്ക് യുദ്ധത്തിൻ്റെ ഫണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതിലെങ്കിലും അബൂബക്കർ സിദ്ദീഖിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലെത്തണം, മുമ്പ് ചാടണം എന്ന് വിചാരിച്ചിട്ട് സ്വത്തിൻ്റെ പകുതി, ആകെയുള്ള വരുമാനത്തിൻ്റെ പകുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കേണ്ടത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വീട്ടിൽ എന്താണ് ഉമറെ ബാക്കിയുള്ളത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, പകുതി ബാക്കിയുണ്ട്, ബാക്കി പകുതിയാവും തൊട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഈ വീട്ടിൽ എന്താ ഉള്ളത് അബൂബക്കർ?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസൂലുണ്ട്, അള്ളാഹുവിലും റസൂലിലും പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ നൽകുക. അപ്പോഴാണ് ഉമർ ഖത്താബ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുന്നത്. വെറുതെയൊന്നുമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കാൻ യോഗ്യനായത് അള്ളാഹിൻ്റെ ഒരു നിയോഗമാണത്. എല്ലാവരുടെയും സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖിൻ്റെ സ്വത്ത് ഉപകാരപ്പെട്ട മാതിരി ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിനന്ദിച്ച് അദ്ദേഹത്തിൻ്റെ വലുപ്പം എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതും, ചെറുത് പറഞ്ഞാൽ എന്താണ്? വലാ യുൻഫിഖൂന സഗീറത്തൻ വലാ കബീറത്തൻ. അബൂബക്കർ സിദ്ദീഖ് നൽകിയത് വലുതാണ്. അതോടൊപ്പം തന്നെ ഒന്നും കയ്യിലില്ലാത്ത സാധുക്കളായ മനുഷ്യന്മാർ രാത്രിയൊക്കെ ജോലിക്ക് പോയിട്ട് കിട്ടിയതിൽ നിന്ന് പകുതി, പകല് പോയത് വീട്ടു ചെലവിന് തന്നെ ചിലപ്പോൾ തികയില്ല. പിന്നെ ഈ യുദ്ധഫണ്ടിലേക്ക് ഞങ്ങളെ വക എന്താ കൊടുക്കുക? അവരുടെ കയ്യിലുള്ള ഒരു പിടി ഈത്തപ്പഴോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ഒക്കെ, അതിന് മുനാഫിക്കുകൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ആ ഒരു പിടി ഉള്ളവർ ഒരു സംഖ്യ നൽകുന്നതിനേക്കാൾ വലുതായിരിക്കും ഇല്ലാത്തവർ തങ്ങളുടെ പട്ടിണിക്കിടയിൽ നൽകുന്ന സഹായം. അങ്ങനെ അതാണ് വലാ യുൻഫിഖൂന നഫഖത്തൻ, ചെറുത് ചെലവഴിക്കുക. സഗീറത്തൻ, കബീറത്തൻ വലുത്, ചെറുതും വലുതും ഒന്നും അവർ ചെലവഴിച്ചിട്ടില്ല. വലാ യഖ്തഉന വാദിയൻ, ഖതഅൽ വാദി എന്ന് പറഞ്ഞാൽ ഒരു നടന്നു പോകുമ്പോൾ മുറിച്ച് കിടക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. നമ്മളൊരു പ്രദേശം വിട്ട് കിടക്കുക, ഒരു പ്രദേശം മുറിച്ച് കിടക്കുക എന്നുള്ളതിനാണ് യഖ്തഉന എന്ന് പറയും. ഖതഅന വാക്കിനർത്ഥം മുറിക്കുക എന്നാണ്. ഒരു സാധനം കത്തിയോണ്ട് മുറിക്കണേന് ഖതഅ എന്ന് പറയും. യഖ്തഉൽ വാദി എന്ന് പറഞ്ഞാൽ ആ ഭാഗം നടന്ന് തരണം ചെയ്ത് പോവുക. വലാ യഖ്തഉന വാദിയൻ, ഒരു താഴ്വരയും അവർ തരണം ചെയ്ത് കടന്നു പോകുന്നില്ല. ഇല്ലാ കുതിബ ലഹും, അത് അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ. അള്ളാഹു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മക്ക് മാത്രമല്ല പ്രതിഫലം, ആ നന്മ അനുഷ്ഠിക്കുന്നതിന് നമ്മൾ നടന്നെത്തുന്ന കാൽപ്പാടുകൾക്ക് വരെ പ്രതിഫലം. നമ്മൾ നിസ്കരിക്കാനാണ് പള്ളിക്കൊക്കെ വരുന്നത്, എന്നാൽ നിസ്കരിക്കണ ആ 5 മിനിറ്റിൽ ഒതുങ്ങുന്ന കർമ്മത്തിന് മാത്രമാണോ പ്രതിഫലമുള്ളത്? അല്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒളു ചെയ്ത് നടന്നു വരുന്ന ഓരോ കാലടിപ്പാടുകൾക്കും അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുക. ഒരു കാലം മുന്നിക്ക് വെക്കുമ്പോൾ ഒരു നന്മ, വേറൊരു കാലം മുന്നിക്ക് വെക്കുമ്പോൾ ഒരു തിന്മ നീക്കം ചെയ്യുക. ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി അധ്വാനിച്ചു പോകുന്നവർ താഴ്വരകൾ താണ്ടി കിടക്കും, അതൊക്കെ അവർക്ക് നന്മയായിട്ട് രേഖപ്പെടുത്താതെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. ലിയജ്സിയഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് ജസാ എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുക്കുക. ലിയജ്സിയഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് സമ്മാനം നൽകുന്നതിന് അഹ്സന, ഏറ്റവും ഉത്തമമായതിനെ, മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിലെ. എന്താണ് അങ്ങനെ പറയുന്നത്? അഹ്സന മാ കാനു യഅമലൂൻ. അതിന് 2 തരത്തിൽ വ്യാഖ്യാനമുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്ത കർമ്മത്തിനനുസൃതമല്ലാതെ ഉള്ള പ്രതിഫലം. അത് ഞാൻ പണി എത്ര നേരമുണ്ട് എന്തുണ്ട് നോക്കിയിട്ടൊന്നല്ല, അയാൾ അതിന് അർഹനാണ് എന്നുള്ളത് കൊണ്ട് പണിക്കൂലിയേക്കാൾ കൂടുതൽ കൊടുക്കുക. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചില സന്ദർഭത്തിൽ പണിക്ക് കിട്ടേണ്ട പ്രതിഫലത്തെക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുക്കുക. അതെന്താണ്? ആ സന്ദർഭത്തിൽ അത് ചെയ്യാൻ അയാളെ തന്നെ കിട്ടിയതുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അയാളുടെ കൂലി കണക്കാക്കി അല്ല കൊടുക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ കുറച്ച് നമ്മൾ തന്നെ പറയും സന്തോഷം കൊണ്ട് കൊടുത്തതാണ് ഞാൻ. ഇങ്ങനെ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ തോതിനപ്പുറം അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. അഹ്സന, ഏറ്റവും ഉത്തമമായ വിധത്തിൽ മാക്കാനോ അമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ എത്രയാണോ പ്രതിഫലം അത് മാത്രമല്ല അതിൻ്റെ അപ്പുറം. നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് എത്രയോ പ്രതിഫലം അത് ഞാൻ കൊടുക്കും. അതൊരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അതിൽ ഏറ്റവും ഉത്തമമായ പ്രവർത്തനം ഏതാണോ ആ തോതനുസരിച്ചിട്ട് എല്ലാത്തിനും കൊടുക്കും. അങ്ങനെയുണ്ടല്ലോ. ഇപ്പം നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുക, എല്ലാ നിസ്കാരം ഒരുപോലെ കട്ട്
ഇഖ്ലാസുള്ള ഒരുപോലെ ഭയഭക്തി ഉള്ളതാണെന്ന് നമ്മൾ അവകാശപ്പെടില്ലല്ലോ. ചിലപ്പോൾ ചിലത് അല്ലേ, ചില സുജൂദ് അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം നീണ്ട് ദീർഘമായി നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ്, അപ്പോൾ ബാക്കിയുള്ള എല്ലാറ്റിനും അതിൻ്റെ തോതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കും. അങ്ങനെ അഹ്സനമാക്കാനു അമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നതിൻ്റെ അത്യുത്തമമായ വിധത്തിൽ നമുക്ക് പ്രതിഫലം നൽകും. ഞാൻ അവസാനിപ്പിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഉത്തമമായ വിധത്തിൽ പ്രതിഫലം നൽകുന്ന ഭാഗ്യവാന്മാരാവാൻ നമ്മളെയും തുണക്കുമാറാവട്ടെ. വലാ യുൻഫിഖൂന, ഒന്നുകൂടെ അർത്ഥം വന്നിട്ട്, വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ, അവർ ചെറുതോ വലാ കബീറത്തൻ, വലുതോ ചെലവഴിക്കുന്നില്ല, വലാ യഖ്തഊന വാദിയൻ, ഒരു താഴ്വരയും അവർ വിട്ടുകിടക്കുന്നില്ല, മുറിച്ചു കിടക്കുന്നില്ല, ഇല്ലാ കുത്തിബ ലഹും, അവർക്കത് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ. കഴിഞ്ഞ സൂക്തത്തിൽ കുത്തിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ് എന്ന് കൂടി ഉണ്ടായിരുന്നു, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വരിയിൽ. സൽക്കർമ്മമായി രേഖപ്പെടുത്തുക തന്നെയാണ്. ഇല്ലാ കുത്തിബ ലഹും, അത് അവർക്ക് രേഖപ്പെടുത്തപ്പെടും, വെറുതെ ആകില്ല എന്നർത്ഥം. ലിയജ്സിയഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതിന് അഹ്സന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അത്യുത്തമമായ വിധത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രതിഫലങ്ങൾക്ക് ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അല്ലാഹ് നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് മുക്തി രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതാ ഞങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ സ്വാധീനമുള്ള വലിയ പ്രതിഫലമുള്ളതായി നീ രേഖപ്പെടുത്തുമാറാകണം. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.